ആ ഒന്ന് എൻ്റെ ഉണ്ട്. എന്തത്? ഇന്നി ലാ അജിദു ഫീ നഫ്സി ഇശ്ശൻ വലാ ഹസദൻ അലാ അഹദിൻ മിനൽ മുസ്ലിമീൻ. എനിക്ക് ഒരാളോടും പകയില്ല, എനിക്ക് ഒരാളോടും അസൂയ നഞ്ചിയില്ല, എല്ലാവരും നല്ലവരാണ്. ഇതാണ് എൻ്റെ കൽബിന്റെ ചിന്ത. ഇത് ക്ലിയറായ ചിന്ത. എല്ലാവരും നല്ലവരാണ്, അവരൊക്കെ വലിയവരാണ്, എനിക്കാരോടും പകയില്ല, വിദ്വേഷമില്ല, വൈരാഗ്യമില്ല. ഇത് പറഞ്ഞപ്പോ ആ സഹാബിയാളോട് പറഞ്ഞെന്തറിയോ? ഹുവദാക്ക, നിങ്ങളാ മാനസിക ചിന്തയാണ് നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിച്ചത്. കുറെ നിസ്കാരമല്ല, കുറെ നിസ്കാര തണുമ്പല്ല, കുറെ നോമ്പല്ല, കുറെ സിയാറത്തല്ല. ആ ക്ലിയറായ ശുദ്ധമായ ഹൃദയം, അത് ക്ലിയറാണ്. അതിൻ്റെ ഉള്ളിൽ പക, വിദ്വേഷം, ആർസം ഒന്നും പാടില്ല. മുഖത്തൊരു പുഞ്ചിരിയും കൽബിന്റെ അകത്ത് നല്ല ക്ലിയറൻസും ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വർഗത്തിലാണ്. മുഖത്തൊരു പുഞ്ചിരിയും വേണം. അപ്പോൾ അതൊരു മുമ്മിന്റെ ലക്ഷണമാണ്. ചില മനുഷ്യന്മാരെ വീട് കണ്ടെങ്കിൽ തണ്ണിൽ വീണ അടക്ക പോലെ എപ്പോ നോക്കി ഇങ്ങനെ കറുത്തിട്ട് ഒരു ചിരിയില്ല. അല്ലേ അല്ലേ? കാണുമ്പോ നീ എന്നിന് വന്നിട്ടേന്നാണ്. നീ ഇങ്ങനെ കളകളായി ചിരിക്കണ്ട. നിന്റെ 30 പല്ലിനെല്ലാം കാട്ടി അങ്ങനെ ഇരിക്കണമെന്നില്ല. വജുഹും വലിയ പ്രസന്നതയാർന്ന മുഖം. ഹബീബായ റസൂലുള്ള പറഞ്ഞെന്തറിഞ്ഞ, നിങ്ങൾക്ക് 100 രൂപ കൊടുത്ത കൂലി കിട്ടണോ, 1000 കൊടുത്ത കൂലി കിട്ടണോ, 500 കൊടുത്ത കൂലി കിട്ടണോ, 10,000 കൊടുത്ത കൂലി കിട്ടണോ, അതൊക്കെ സദക്കയാണല്ലോ. ആ കൂലി നിങ്ങൾക്ക് കിട്ടണ, 1 ഉറുപ്പ പോലും കൊടുക്കാതെ അവരനെ കാണുമ്പോ മനസ്സ് തുറന്നിട്ടൊന്ന് പുഞ്ചിരിച്ചോ, നിനക്കത് സദക്കയാണ്. ഖാല റസൂലുള്ളാഹ്. മറ്റുള്ളവനെ നോക്കിയിട്ട് പുഞ്ചിരിക്കല് അത്തബസ്സുമു സദഖ, ദാനധർമ്മ സദക്കയാണ്. 500 കൊടുക്കൽ സദക്കയാണ്. ഇവിടെയുള്ള ബക്കറ്റിലേക്ക് പണം നിക്ഷേപിക്കൽ സദക്കയാണ്. സലാത്തിന്റെ മജ്ലിസിൽ സംഭാവന കൊടുക്കൽ സദക്കയാണ്. പാവപ്പെട്ടവനെ കൊടുക്കൽ സദക്കയാണ്, അല്ലേ? എന്നാൽ അതുപോലത്തെ ഒരു ദാനമായി, ധർമ്മമായി, സദക്കയായി, വലിയൊരു അമലായി മുത്തുനബി തങ്ങൾ പരിചയപ്പെടുത്തിയ ഒന്ന് എന്തറിയാ? കീസൊക്കെ കയറ്റി കൊടുക്കണ്ട, ആധാർ കാർഡിന്റെ കോപ്പി പോലും വേണ്ട, ഒന്നും വേണ്ട. അവനെ നോക്കിയിട്ടൊന്ന് പുഞ്ചിരിക്കുക, സ്വതക്കയാണ്. അതെപ്പോഴും മുഖത്ത് പോകണം. അത് ആ മുഖത്തുള്ള പുഞ്ചിരി, അത് കൽബിന്റെ അകത്ത് വഞ്ചനയില്ലാത്തവനിൽ നിന്നിട്ട് വരുന്ന ഒരു ലക്ഷണമാണ്. കൽബിന്റെ അകത്ത് ഒരു ഇങ്ങനെ ഒരു മറ്റുള്ളവനെ പറ്റി ചെറുതായിട്ട് കാണുന്ന ഒരു ചിന്താഗതി അതുണ്ടെങ്കിൽ അവന്റെ മുഖത്ത് പുഞ്ചിരി വരാല്ല. മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് പറഞ്ഞു കേട്ടിട്ടേ. മുഖം മനസ്സിന്റെ കണ്ണാടിയാ. ഈ മനസ്സിന്റെ മുഖത്തിൽ തെളിയോ? അവ നിന്റെ മുഖത്ത് പുഞ്ചിരിയുണ്ട്, നിന്റെ മുഖത്ത് നല്ല മന്ദസ്മിതമുണ്ട്, നിന്റെ മുഖത്ത് നല്ല പിന്നെ ഓജസ് ഉണ്ട്, തേജസ് ഉണ്ട് എന്നാണെങ്കിൽ അത് നിന്റെ മനസ്സിന്റെയും കൂടി അടയാളമാണ്. നിന്റെ മനസ്സ് ക്ലിയറാണ്. കാരണം എന്താ? ഈ മനസ്സിന്റെ കണ്ണാടിയാണ് മുഖം. എടുത്തതെല്ലാം മുഖത്തിൽ കാണും. ഇത് ബന്ധമീടാണെങ്കിൽ നിന്റെ കണ്ണും കൽബും അങ്ങനെ നടത്തും. നിന്റെ കൽബ് ശരിയില്ല. അതാ റസൂലുള്ള പറഞ്ഞ ഇത് ക്ലിയറായ 300 ഗ്രാം അതെങ്ങാനും ക്ലിയറായ 81 കിലോ ക്ലിയറായി. ഫിസിക്കലി ഓർ മെന്റലി എങ്ങനെ അർത്ഥം വെച്ചെങ്കിൽ മോശമില്ല. ഇന്ന ഫിൽ ജസദി മുളഅ എന്നുള്ള ഹദീസിന് നിങ്ങൾ ഏത് കോലത്തിൽ അർത്ഥം വെച്ചാലും അത് രണ്ടും അവിടെ സമമാണ്. മഹാന്മാർ വിശദീകരിക്കുന്നുണ്ട്. അത് ക്ലിയർ ആവണം. ഹാർട്ട് നർത്ഥം വെച്ചെങ്ങുമാവും, ഹൃദയ നർത്ഥം വെച്ചെങ്ങുമാവും, മനസ്സ് നർത്ഥം വെച്ചെങ്ങുമാവും, ഡോക്ടർമാരുടെ ഭാഷയിലുള്ള ഹാർട്ട് നർത്ഥം വെച്ചെങ്ങുമാവും, വേണ്ട സൂഫിയാക്കള കിതാബിലുള്ള ഹാർട്ട് നർത്ഥം വെച്ചെങ്ങുമാവും. എങ്ങനെ അർത്ഥം വെച്ചെങ്ങും മോശമില്ല. അത് ക്ലിയർ ആയെങ്കിൽ ബ്ലഡ് സർക്കുലേഷൻ ക്ലിയറാണ്. അവിടെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ എല്ലാം പോയി. അവിടെ പൊട്ടുണ്ട, തറക്തുൽ ഹസദ ബഖൈതുൽ ജസദ. അവിടെ ആ ജീമിന്റെ അടിയിലുള്ള പൊട്ടുണ്ടെങ്കിൽ അതാണ് ഹസദ്. ആ പൊട്ടാണ് ഹസദ്. ആ ഹസദാകുന്ന പൊട്ടുണ്ടെങ്കിൽ ജസദ് പോയി, തടി പോയി. അപ്പൊ ഇത് ക്ലിയറാണ്. മനസ്സ് തുറന്നിട്ട് എപ്പോഴും ചിരിക്കണം. ആരോടും പക വേണ്ട, അരസം വേണ്ട, എല്ലാവർക്കും ദുആരക്കണം. മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിന്നെ ഔലിയാക്കന്മാരിൽപ്പെട്ട അബുദാലിങ്ങളിൽ അല്ലെങ്കിൽ വലിയ മഹാന്മാരുടെ ദർജകളിൽ, പദവികളിൽ
അള്ളാഹു താല പെടുത്തണോ നിന്നെ ഔലിയാക്കന്മാരെ കൂട്ടത്തിലല്ല, ഔലിയാക്കന്മാരെ കൂട്ടത്തിലും കുറച്ച് കാരം കൂടിയോ അതിൽ നിന്നെ ചേർക്കണം നിനക്ക് ആശമുണ്ടെങ്കിൽ നീ ആ മഹാബലേശ്വര കുന്നൊന്ന് കയറാൻ പോണ്ട. നീ എപ്പോഴും ഈ ഒരു ദുആ മതി. ഏത്? അല്ലാഹുമ്മ അസ്ലിഹ് ഉമ്മത മുഹമ്മദീൻ, اللهم ارحم أمة محمد، اللهم اغفر لأمة محمد، اللهم استر عن أمة محمد، اللهم اغفر لأمة محمد، اللهم استر عن أمة محمد، اللهم أجر أمة محمد. ഈ ദുആ പതിവാക്കിയാൽ നിന്നെ അല്ലാഹു തആല ഔലിയാക്കന്മാരുടെ വലിയ പോസ്റ്റിൽ കയറ്റുമെന്ന് മഹാന്മാർ പഠിപ്പിച്ചു. ഔലിയാക്കന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? എല്ലാവർക്കും പൊറുക്കണേ അല്ലാ, എല്ലാവർക്കും നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ, എല്ലാവരോടും നീ കാരുണ്യം കാട്ടണേ അല്ലാ എന്നുള്ള എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള മനസ്സിൻ്റെ ഉള്ളിൽ തുറന്നിട്ടുള്ള ദുആ. അതാണ് അതിലുള്ള. അതിൽ വേറൊന്നും ഇല്ല. ഞമ്മത് വരക്കുന്ന എല്ലാവരും എളി കാണുന്ന ആരാണോ അപ്പുറത്തെ വരക്കാരൻ എളി കാണാൻ കഴിയാ. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിൽ വന്നിട്ട് ദുആയിരുന്നു, അല്ലാഹുമ്മ ഗ്ഫിർ ലീ വലി മുഹമ്മദി, പടച്ചോനെ എനക്കും മുഹമ്മദിനും നീ പൊറുക്കല്ല. ആർക്കല്ല? എനക്കും മുഹമ്മദ് നബിക്കും പൊറുക്കണേ അല്ലാ എന്ന് ദുആയിരുന്നു. അപ്പൊ റസൂൽ ഞങ്ങൾക്കോ ഞങ്ങൾ കഴിഞ്ഞു പോയ എല്ലാ മുഅ്മിനാത്തുകൾക്ക് എല്ലാ മുഅ്മിനീങ്ങൾക്കും നീ പൊറുക്കണേ അല്ലാ, വലാ തജാൽ ഫീ ഖുലൂബിനാ, നിന്റെ മുഅ്മിനീങ്ങളെ സംബന്ധിച്ച് നിന്റെ അടിമകളെ സംബന്ധിച്ച് ഒരാളെ കുറിച്ചും എൻ്റെ മനസ്സിൻ്റെ അകത്ത് പകയോ വിദ്വേഷമോ വൈരാഗ്യമോ എൻ്റെ ഖൽബിൽ നീ ഇട്ട് തരരുത് അല്ലാ എന്ന് ദുആരക്കുന്നവരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങളെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ 5 നേരം നിസ്കരിക്കുക, റമളാന്റെ നോമ്പ് വെക്കുക, കുറച്ചെല്ലാം നല്ല മട്ടം പോലെ ഓതണം. മെസ്സേജ് സെൻഡാക്കിയാൽ മതിയാ. എനക്കൊരു 6 ആളെ മെസ്സേജ് വന്നു. 6 ആളെ മെസ്സേജ് എന്തറിഞ്ഞ, റമളാൻ മാസത്തിൽ ഒരു ഹത്തം തീർക്കണമെങ്കിൽ ഇത്ര പേജിനെ പോലെ ഓതണോ. 5 നേരം നിസ്കരിക്കുമ്പോൾ ഓരോരോ നിസ്കാരത്തിൻ്റെ ശേഷം ഇത്ര പേജ് ഓതണോ. അപ്പോൾ ഒരു ഹത്തം. 2 ഹത്തം തീർക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര പേജിനെ പോലെ ഓതണോ. 3 ഹത്തം തീർക്കണമെങ്കിൽ ഇത്ര പേജിനെ പോലെ ഓതണോ. എനക്കും വന്നു ആ മെസ്സേജ്. സംഗതി നേറന്നെ അങ്ങനെ ഓതി അങ്ങനെ ആവും, ചിലപ്പോൾ ആവലൊന്നുമില്ല. എനക്ക് അയച്ചെങ്കിൽ കേട്ടു നിങ്ങൾക്ക് എത്ര പേജായിറാന്ന്. മുസാബെ തൊട്ടിട്ടില്ല. ഞമ്മ ഷെയറാക്കാനും സെൻഡാക്കാനേ പഠിച്ചിനെ. ഞമ്മ നന്നാവും പഠിച്ചിട്ടേ ഇല്ല. ഞമ്മ ബാക്കിയുള്ളവനെ നന്നാക്കും. ഞമ്മ നാട്ടുകാർക്ക് വേലയാണ്. വേലയെല്ലാം വല്ല പണിയൊന്നുമില്ല. നീട്ടിങ് വേലാന്ന്. ഇപ്പൊ പിന്നെ വേലിന്റെ പട പൂരല്ല. അങ്ങനത്തെ വേല വേണമെന്നുണ്ടല്ലോ. ഇല്ല അധ്വാനമില്ല. ഞാൻ മൊബൈൽ ഞെക്കുന്നുണ്ടെങ്കിൽ വേണ്ടി ഒരു വേല കിട്ടും. ആരെ വേല കിട്ടും. ഇന്റർനാഷണൽ ആൾക്കാരതും കിട്ടുന്നു, അങ്ങനത്തതും കിട്ടുന്നു, ഇങ്ങനത്തതും കിട്ടുന്നു. ഞങ്ങളെ പാർട്ടിൻ്റെതേ കിട്ടും. പാർട്ടി ഉണ്ടല്ലോ എന്നിട്ട് രാജാ. പിന്നെ അത് മറന്നിട്ടുണ്ടാവേ പോകുമ്പോ. നമ്മളെ കളബിലെല്ലാം ഉണ്ടോ. ഞമ്മ എന്ത് വിട്ടിട്ടേ, ഞമ്മ എല്ലാം വെച്ചിട്ടേ ഉള്ളിപ്പോ. ഇനി എന്ത് ചിരിക്കുന്നു അതെല്ലാം ഉള്ളിലുണ്ടോ. അതൊന്നും ആരും മറക്കണ്ട. എല്ലാരും കണക്കേ. ആ വിഷയത്തിൽ എല്ലാം കണക്കേ. നിങ്ങൾക്ക് ബേജാറങ്ങി എനക്കതിൽ ബേജാറൊന്നുമില്ല. നന്ന ബേജാറങ്ങി തങ്ങളിൽ മെല്ലെ പരിചയമില്ലെങ്കിൽ അയാൾ വിളിച്ചിരുന്ന അല്ല വേറെ ചെയ്യലണ്ടി പേന് 5:30 മണിയോളം ചെല്ലുന്നു. എത്ര എന്താക്കണോ ഇനെന്ത് പരിപാടി ഉണ്ടാ? ഇനെന്തോ ഉണ്ട് ഇവിടെ. അപ്പൊ പിന്നെന്താക്കണ്ടേ? അല്ല ഞാനിപ്പോ ഞാൻ തീർത്തുന്നല്ല പറഞ്ഞ. അല്ല എന്താ നിങ്ങൾ കേട്ടത്? അള്ളാഹു താല ഞങ്ങളെ മജ്ലിസ് കബൂലാക്കട്ടെ. അള്ളാഹു ഞങ്ങളൊന്ന് സ്വീകരിക്കട്ടെ. കുറച്ചു കാലത്തെ ആയുസാണ്. പഴയ കാലത്തുള്ള മനുഷ്യന്മാർ ജീവിച്ചതുപോലെ, പണ്ടുള്ള സമുദായക്കാർ ജീവിച്ചതുപോലെ നീണ്ട കാലത്ത് ആയുസോ ആരോഗ്യമോ നമുക്കില്ല. പൂർവ്വകാലത്തുള്ള ജനങ്ങൾ അവരുടെ സമുദായം 600 കൊല്ലം 700 കൊല്ലം 1000 കൊല്ലം 500 കൊല്ലമൊക്കെ ജീവിച്ചോ. അങ്ങനെ ജീവിക്കാനുള്ള യോഗമോ ഭാഗ്യമോ നമുക്കില്ല. പരിമിതമായ ആയുസാണ്. മുഹമ്മദ് 60 70 60 70
ഏറിയ ചിലപ്പോൾ ബൈ ചാൻസിൽ അങ്ങോട്ടും ഇങ്ങോട്ടാവാം. എന്നാലും പരമാവധി മാക്സിമം അങ്ങനെയാണ്, ശരാശരി അങ്ങനെയാണ്. ഈ ആയുസിന്റെ ഇടയിലെ കർമ്മങ്ങൾ ചെയ്യണം. സത്യം പറയട്ടെ, പണ്ടുള്ള കാലക്കാർ 1000 കൊല്ലം ജീവിച്ചിട്ടാണ് അമല് ചെയ്തിട്ട് ആ കൂലി വാങ്ങിയതെങ്കിൽ ഞങ്ങൾക്ക് ആ അമല് ചെയ്തിട്ട് 1000 കൊല്ലത്തെ കൂലി വാങ്ങാൻ 1000 കൊല്ലം അമലെടുക്കണ്ട, 1000 കൊല്ലം ജീവിക്കണ്ട. ലൈലത്തുൽ ഖദ്ർ പോലെയുള്ള ഒറ്റ രാത്രിയെ ഹയാത്താക്കിയ അയാൾക്ക് എത്രയോ 1000കണക്കിന് മാസത്തിന്റെ അമലെടുത്ത കൂലിയുണ്ട്. ഖൈറു മിനൽ ഫിശ്ശാർ. 1000 മാസം ഖുർആൻ ഓതിയ കൂലി കിട്ടണ. 1000 മാസത്തേക്ക് എത്ര കൊല്ലായി? 1000 മാസത്തേക്ക് എത്ര കൊല്ലായി? 84 കൊല്ലായി. കണക്കൂട്ടി നോക്കിയാലേ. ഈ റമദാന് ഒരാൾക്ക് ലൈലത്തുൽ ഖദ്ർ കിട്ടിയെന്ന് വെച്ചാൽ അന്നത്തെ രാത്രി അയാൾ തറാവി നിസ്കരിച്ചെങ്കിൽ 84 കൊല്ലം അയാൾ തറാവി നിസ്കരിച്ച കൂലി. അയാളെങ്ങാനും ഒന്ന് നോമ്പ് നോറ്റാൽ 84 കൊല്ലം നോമ്പ് നോറ്റ കൂലി. അയാളെങ്ങാനും നോമ്പ് തുറപ്പിച്ചാൽ 84 കൊല്ലം നോമ്പ് നോറ്റവരെ നോമ്പ് തുറപ്പിച്ച കൂലി. അന്നെങ്ങാനും അയാൾ ദാനം കൊടുത്താൽ, സ്വതക്ക കൊടുത്താൽ 84 കൊല്ലത്തോളം അയാൾ ദാനധർമ്മം ചെയ്ത കൂലി. പഴയ കാലത്തുള്ള ജനങ്ങള് അത്ര കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലി മേങ്ങിയത് അത്ര കൊല്ലം ജീവിച്ചിട്ട്, അത്ര കൊല്ലം പണിയെടുത്തിട്ട്. പക്ഷെ ഈ ഉമ്മത്തിനെ അല്ലാഹു തആല നല്ലോണം സ്നേഹിച്ചു, ആദരിച്ചു. അത്ര കൊല്ലം ജീവിക്കണ്ട, എന്നാലും അതിനേക്കാളേറെ കൂലി നിങ്ങൾക്ക് തരാ. നിങ്ങൾ പണിയെടുക്കണം, ഒറ്റ ദിവസമെങ്കിലും നിങ്ങൾ പണിയെടുക്കണം. ഞങ്ങൾക്ക് എന്ത് ലൈലത്തുൽ ഖദ്ർ? ഞങ്ങൾ ലൈലത്തുൽ ഖദ്ർ ഉണ്ടെങ്കിൽ തന്നെ അത് 27 ഫിക്സ് ആക്കിയിട്ടായി. അതിന്റെ അപ്പുറവും ഇല്ല ഇപ്പുറവും ഇല്ല. പോ ഇല്ലേ? ലൈലത്തുൽ ഖദ്ർ എപ്പോഴാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അത് ഞങ്ങൾ ഉണ്ടാക്കിയ മാമൂലാണ്. പിന്നെ ഏറിയ സാധ്യത പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന് പഠനം നടത്തി മനനം നടത്തിയിട്ട് മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് റമദാനിലെ അവസാനത്തെ 10 അവസാനത്തെ ഒറ്റ രാത്രികളിലാണ് എന്ന് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. റമദാനിലെ ഏതെങ്കിലും ഒരു ദിവസത്തിലാണ് എന്ന് പറഞ്ഞ ഇമാമിങ്ങളുണ്ട്. റമദാനിലെ 30 ദിവസത്തിന്റെ ഏതെങ്കിലും ഒരു ഒറ്റ രാത്രിയിലാണ് എന്ന് പറഞ്ഞവരുണ്ട്. റമദാനിലെ അവസാനത്തെ 10 ഒറ്റ രാത്രികളിലാണ് എന്ന് പറഞ്ഞ ഇമാമിങ്ങളുണ്ട്. 21 എന്ന് തർപ്പിച്ചു പറഞ്ഞു ഇമാമുന ഷാഫി തങ്ങൾ. 27 സാധ്യതയേറെ എന്ന് മഹാന്മാരായ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് തങ്ങളെ പോലെയുള്ളവർ പറഞ്ഞു. 29 ചാൻസ് ഉണ്ട്. കാരണം അതെ, അതും അവസാനത്തെ 10 ഒറ്റ രാത്രിയാണ്. ഞമ്മ എന്താക്കിയേ? ഞമ്മ 29 എന്താക്കിയേ? പള്ളി ബന്ധാക്കി. ഈ റമദാനായെങ്കിൽ സിറാമ്പി പള്ളിയിലെല്ലാം തറാവി തുടങ്ങും. ഏതെങ്കിലും ഒരു ഉസ്താദിനെ വെച്ചിട്ട് മുത്തലിം മൂലമാരെ വെച്ച് തുടങ്ങും. തുടങ്ങിയിട്ട് 27 അന്ന് ലൈലത്തുൽ ഖദ്റെല്ലാം ആക്കി ഹുദർ നബിക്കും ബദരീങ്ങൾക്കും ഫാത്തിഹ ഓതി നെയ്യപ്പം, ഉണ്ണിയപ്പം, ബത്രും, നാടൻകോഴിൻ്റെ കറിയും എല്ലാം ആക്കി പിടിച്ച് അന്ന് കുറച്ച് മാലയും ബൈത്തെല്ലാം പാടി എല്ലാം ആക്കിയിട്ട് സുബയോളം ഉറങ്ങാതിരുന്നിട്ട് അന്നത്തെ നോമ്പ് നോക്കിയിട്ട് സുബൈക്ക് എണീച്ചിട്ട് നേരെ വിട്ട് പിന്നെ അതിൻ്റെ പള്ളിക്കാരും ഇല്ല. ഏതുവരെ ഇല്ല. ആ സ്രാമ്പി പള്ളിൻ്റെ കമ്മിറ്റിക്കാരനെ മതി അല്ലെ ചെല്ലും തരഞ്ഞു ഉസ്താദിൻ്റെ അല്ലേ, ഉസ്താദ് നിങ്ങൾ ഇപ്പം എന്നെ പോകുന്ന മോശമൊന്നുമില്ല ഉസ്താദ്, എനിയതിനോട് ആള് ഇതാ നിങ്ങൾക്കൊരു 30,000 ഉറുപ്പുണ്ട്, പിടിച്ചോളി. 30 ഇല്ല 18,000 ഇതാ പിടിച്ചോളി. നിങ്ങൾ പോയി ഉസ്താദ്, പോകണമെന്നില്ല, ഇവിടെ ആള് പോകണമെന്നില്ല, ആരെങ്കിലും നിങ്ങൾ അവിടെ നിന്ന് സ്കരിച്ച് പോകും. എന്ത് ഇനിയും ഇല്ല. 27 പോലൊത്തൊരു ഒറ്റ രാത്രി 29 ലൈലത്തുൽ ഖദ്റാവാൻ എന്തുകൊണ്ടും സാധ്യത ഏറെയുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള അവസാനത്തെ ഒറ്റ രാത്രി ഇനിയും ബാക്കിയില്ലേ? പിന്നെ ഞങ്ങളുടെ പള്ളി ബന്ധാക്കും. കമ്മിറ്റിക്കാർ പോകാൻ പറഞ്ഞാല വാരുന്ന കമ്മിറ്റിക്കാർക്കുണ്ടല്ലേ ബെല്ലും ബ്രേക്കും ഇല്ല. നിങ്ങളല്ലേ ഇവിടുത്തെ വിഷയമല്ലേ, നിങ്ങൾ ബേജാറാക്കിയില്ല. അല്ല അയാൾ പോകണം. നമുക്ക് ഈ പോയ ഉസ്താദും അങ്ങനെ അയാൾ പോയത് ശരിയല്ലേ? അയാൾ ചെല്ലണ്ട, മസർ ചെല്ലണ്ട. അപ്പൻ ഇനും ഉണ്ടല്ലേ രാത്രി. നിങ്ങൾ പള്ളിക്ക് വന്നല്ലോ സാറില്ല, ഞാൻ പോകുന്നില്ല, ഞാൻ 29 കഴിഞ്ഞിട്ടേ പോന്നു. എൻ്റെ തീർന്ന് മുന്നേ വരാൻ തുടങ്ങിയല്ലേ. ഏതാട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ നല്ല രാത്രികൾ ഇനി നമുക്ക് അടുത്തൊരു കൊല്ലം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അടുത്തൊരു റമദാൻ നമ്മൾ ബാക്കിയാവും എന്ന ഗ്യാരണ്ടി വേണ്ട. മിഞ്ഞാന്ന് കണ്ടില്ലേ റമദാന്റെ 4 ദിവസം ഇന്ന്
റമളാനിന്റെ 4 ദിവസം പിന്നെ നാട്ടുകാർ അതാ ഒരു പള്ളിയുടെ പരിസരത്ത് കബർ കുഴിച്ചു വെക്കുന്നു. അവിടെ നല്ല ഉറച്ച മണ്ണ്, മുറം മണ്ണ്. ഒരാൾ മരിച്ചെങ്കിൽ സ്പോട്ടിൽ കബർ കുഴിക്കാനാകുന്നില്ല, കുറെ ലേട്ടാന്ന്, അത് മയ്യത്തിന് ബുദ്ധിമുട്ടാണ്. ഇത് മനസ്സിലാക്കിയിട്ട് നാട്ടിലെ കമ്മിറ്റിക്കാരും യുവസംഘടനകളും എല്ലാവരും കൂടിയിട്ട് തീരുമാനിച്ചു ഒരു 3-4 കബർ എക്സ്ട്രാ കുഴിച്ചു വെക്കാം. ഓരോന്നോരോ നടക്കുമ്പോൾ പിന്നെയും 3 കുഴിച്ചു വെക്കാം. കബർ കുഴിക്കുന്ന ആളെ എല്ലാം ഒരുക്കി. സുബ്ഹാനല്ലാഹ്. അങ്ങനെ കബർ കുഴിച്ചു ഒരാള്, ആ നാട്ടുകാരനായ ആള്, സാധാരണ എല്ലാ കാര്യത്തിലും മുൻപന്തിയിൽ നിൽക്കുന്നയാള്, അയാൾ ഒരു കബർ കുഴിക്കുന്നു. കബറെല്ലാം കുഴിച്ചിട്ട് അയാൾ കബറിന്റെ പണിയെല്ലാം കഴിഞ്ഞ് കൊട്ടും പിക്കാസും മൺവെട്ടിയും ചട്ടിയും പാത്രവും എല്ലാം എടുത്തിട്ട് മീത്ത വെച്ചിട്ട് കയറുന്ന നേരത്ത് അയാൾ ഹാർട്ട് അറ്റാക്കായി അവിടെ മരണപ്പെട്ടു. ആർക്കോ വേണ്ടി അയാൾ കുഴിച്ച കബറില് അയാളെ തന്നെ മറമാടി. ഞങ്ങളെയും അവസ്ഥ എന്താണ് എന്ന് പറയാൻ കഴിയില്ല. അല്ലാഹ് കാക്കട്ടെ. അതുകൊണ്ട് ഇനിയൊരു റമളാൻ നമുക്കുണ്ടാകുമോ എന്ന് പറയാൻ കഴിയില്ല. അല്ലാഹ് ഒരുപാട് റമളാനെ കാണാനും കൂടാനും അനുഭവിക്കാനും ആസ്വദിക്കാനും ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും പൂർണ്ണ ആരോഗ്യം അല്ലാഹ് നിലനിർത്തി തരട്ടെ. മരിക്കുന്നത് വരെ അല്ലാഹു ഞങ്ങൾക്ക് ആരോഗ്യമേറ്റി തരട്ടെ. ഞങ്ങളെ കാര്യത്തിനൊക്കെയും നേതൃത്വം കൊടുക്കുന്ന നാട്ടിന്റെ കമ്മിറ്റിക്കാർ, ഇവിടത്തെ നല്ല ബാല്യക്കാർ, എല്ലാത്തിനേക്കാളുപരി ഇതിന് വലിയ നേതൃത്വം നൽകുന്ന മഹാനരായ തങ്ങള്, അല്ലാഹു തആല അവർക്കൊക്കെയും ആരോഗ്യവും ആയുസ്സും ഏറ്റിക്കൊടുക്കട്ടെ. അവരെയും ഞങ്ങളെയും അല്ലാഹു 2 ലോകത്തും സന്തോഷത്തിലാക്കട്ടെ. ഈ വൈകുന്നേരത്ത് പിന്നെ കുറേ നേരം വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചനെ ഞാനതിൽ സന്തോഷിക്കുന്നു. കാരണം ഒന്നാമത് നോമ്പുണ്ട്, നല്ല ക്ഷീണമുണ്ട്. ഇനി എനിക്ക് നേരെ പോയും പോകണം, പുറക്കല്ല, എനിക്ക് മുകളിലേക്ക് എത്തണം. അപ്പം അതിൻ്റെ ഇടയിൽ ഏടെങ്കിലും നോമ്പ് തുറക്കാനുള്ള ഇതാക്കിയിട്ടാണ് ഞാൻ വന്നത്, സെറ്റാക്കിയിട്ടാണ് വന്നത്. ഏതായാലും 2 കാരൊക്കെ കാറിലുണ്ട്. ഞാൻ മാരിബാമ്പി പാടെ എത്തിയില്ലെങ്കിൽ പോയില്ലേ, അത് സാറില്ല, വലിയ വിഷയമല്ല. എന്നാലും ഞാൻ നീട്ടുന്നില്ല, സമയമായി. ഇനി നിങ്ങൾക്ക് സലാത്തും കാര്യങ്ങളെല്ലാം ഉണ്ട്. മാത്രമല്ല നോമ്പ് തുറ ഇവിടെയാണ്, ഇവിടെ പള്ളിയിൽ. പിന്നെ പ്രശ്നമില്ല, ഒരു 6:45 പങ്കെടുക്കുന്നല്ലോ. ഏതായാലും കുറച്ച് നേരം സലാത്തെല്ലാം ചെല്ലിട്ടാകുമ്പോൾ ഏകദേശം ക്ലിയറായി. എനക്കാണെങ്കിൽ തിരക്കുണ്ട്. ഞാൻ ഏതായാലും ഇൻഷാ അല്ലാഹ് തങ്ങൾ പറഞ്ഞു ഒരു 5:30 മണി വരെ, 5 മണി വരെ എന്നാണ്. കാരണം 5 മണി വരെ തങ്ങൾ പറഞ്ഞു. നിസ്കാരം കഴിഞ്ഞ ഉടനെ തുടങ്ങി. പിന്നെ ഇപ്പോൾ തങ്ങൾ പിന്നെ അതിൻ്റെ ആൾക്കാരിൽ ഇരുന്നിട്ട് കാണുമ്പോൾ എനിക്ക് നിർത്താനും മനസ്സില്ല. കാരണം ഇത്രയെല്ലാം ക്ഷീണമുള്ള നിങ്ങ, നോമ്പ് പിടിച്ചിട്ട് എന്നെക്കാളേറെ ക്ഷീണമുള്ള നിങ്ങ, നേരത്തെ വന്നിട്ടിരിക്കുന്ന നിങ്ങ, എന്നെക്കാളേറെ ഉന്മേഷത്തിലും റാഹത്തിലും അള്ളാൻ്റെ പള്ളിയിൽ ഇരുന്നിട്ട് കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് ഇനിയും കുറച്ച് നേരം ചെല്ലാന്നുണ്ട്. അല്ലാഹു തആല ഞങ്ങളെ ഇരുത്തം കബൂലാക്കട്ടെ. ഇത് ചെറിയൊരു അമലല്ല, ഇത് വലിയ കൂലിയുള്ളൊരു കാര്യമാണ്. ഈ ഇരുത്തം അള്ളാൻ്റെ അടുക്ക 70 റക്അത്ത് മുത്തലക്കായ സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളേറെ കൂലിയുള്ള അമലാണ് 1 മണിക്കൂർ അള്ളാൻ്റെ ഇൽമ് കേൾക്കാനിരിക്കുന്ന ഇരുത്തം. തിരിഞ്ഞിട്ട 1 മണിക്കൂർ, നിങ്ങളിപ്പോൾ 1.5 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങളെ ഈ ഇരുത്തം അവിടെ ഒരാൾ ചെന്നിട്ട് മുത്തലക്കായ സുന്നത്ത് നിസ്കരിക്കുന്ന ഒരാൾ, അതിപ്പോൾ നിസ്കരിക്കാൻ പറ്റല്ല, അസർദേശം പറ്റല്ല. അസർദേശം നിസ്കാരത്തിനാലോ അല്ലോ അങ്ങനല്ലേ? അസർദേശം പറ്റാല, സുബൈൻ്റെ ശേഷം പറ്റാല, നട്ടുച്ചക്ക് പറ്റാല. അവിടെ അപ്പോൾ അതിനൊരാൾ അതിന് പറ്റുന്ന സമയത്ത് നിസ്കരിക്കുന്നു എന്ന് വെച്ചോ. എങ്കിൽ അയാൾ നിസ്കരിക്കുന്ന 70 റക്അത്ത് മുത്തലക്കായ സുന്നത്ത് നിസ്കാരത്തിനേക്കാൾ ഏറെ അല്ലാഹു തആലക്ക് ഇഷ്ടപ്പെട്ട അമല്, അല്ലാഹ്ക്കേറെ ഇഷ്ടമുള്ള ഇബാദത്ത്, അവനേറെ കൂലി തരുന്ന ഇബാദത്ത്. പൊന്നു മുസ്ലിമീങ്ങളെ, എൻ്റെ വയല് കേൾക്കുന്ന ഉമ്മപങ്ങന്മാര്, നിങ്ങൾ ഈ വന്നിട്ട് കേട്ട 1 മണിക്കൂറിന്റെ ഈ ഉപദേശമാണ്, ഈ ഇരുത്തമാണ്. ചെറിയ കാര്യമല്ല. ഇത് റമളാനിൽ ഇങ്ങനെ നടക്കട്ടെ, ഔത്തുമുണ്ടാണ്ടിരിക്കുന്നതല്ലേ, ഒരു വയലെല്ലാം വെച്ചിട്ട് ഒപ്പിച്ചീറ എന്ന് പറഞ്ഞിട്ട് ഒപ്പിച്ച പരിപാടിയൊന്നും അല്ല ഇത്. ഇത് വലിയ കാര്യമാണ്, ഇത് വലിയ അമലാണ്. അമലുകളൊന്നും ഇല്ലാത്ത നമുക്ക് നാളെ പരലോകത്ത് ഹിസാബില്ലാതെ രക്ഷപ്പെടാനുള്ള വലിയൊരു അമലായി അള്ളാഹു ഞങ്ങളിൽ നിന്നിട്ട് ഇത് കബൂലാക്കട്ടെ. മാഷാ അല്ലാഹ്, ഏറെ സന്തോഷമുണ്ട് നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ. അതിലേറെ സന്തോഷം തങ്ങളെ കാണാൻ കഴിഞ്ഞത്. നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് കാണുന്ന ആൾ തന്നെയാണ്, എൻ്റെ കുടുംബം കാര്യങ്ങളൊക്കെ. മാത്രമല്ല അതിൻ്റെ അനുഭവം നല്ലോണം ഉണ്ട്. ഞാനിപ്പോൾ തങ്ങളെ ഇരുത്തിയിട്ട് സ്തുതി പറയുന്നില്ല. സ്തുതി പറയുന്ന ഒരാൾ സ്തുതി പറയാൻ വിടാനും കഴിയാം.
സ്തുതി ഒരാൾ ആ ഭാവത്തിൽ പറയാം, ഒരാൾ ഇല്ലാത്തപ്പോൾ അയാളെ പറ്റി നല്ലത് പറയണം, ഉണ്ടെങ്കിൽ നല്ലത് തന്നെ പറയണം, ഇല്ലെങ്കിൽ പിന്നെ എന്തു ചെല്ലാൻ കാര്യമില്ല. ഒരാളിന് നല്ലതും ഇല്ല വെടക്കും ഇല്ല എന്നാൽ മുണ്ടാണ്ടിരുന്നോളൂ. ഇനി ഒരാളിൽ കുറെ നന്മകളുണ്ട് നല്ലതുണ്ട് എന്നാൽ എടുത്തു പറയണം. എപ്പോ? അയാൾ ആ ഭാവത്തിൽ ആലറത്തിലല്ല. നീ എന്നെ ഇരുത്തിച്ച് ഭയങ്കര ആണ്, ആനയാണ്, ശേനയാണ്, അതിനെ ഞാൻ കൂളായിരിക്കണോ, ഞാൻ ആൾ മോശമില്ല ചെല്ലുന്നവന്റെ ബായ്ക്ക് മണ്ണ് തള്ളണമെന്നാ റസൂലുള്ളാഹി ഹദീസ്. കേൾക്കുന്ന ഞാനും അതുപോലെ തന്നെ. അപ്പൊ ഇരുത്തിയിട്ട് മുഖസ്തുതി പറയാൻ പാടില്ല. പക്ഷേ തങ്ങള് അഹ്ലു ബൈത്തല്ലേ, നമുക്കൊക്കെ അവരെ മേലെ സലാത്ത് ചൊല്ലിയില്ലെങ്കിൽ ഞങ്ങളെ നിസ്കാരം പോലും കബൂലല്ലല്ലോ. മല്ലം യുസല്ലി അലൈക്കും ലാ സലാത്ത ലഹു. ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞല്ല, നിങ്ങളെ മേലെ സലാത്ത് ചൊല്ലിയില്ലെങ്കിൽ 5 നേരം നിസ്കാരത്തില് നിങ്ങളെ മേലെ എങ്ങാനും സലാത്ത് ചൊല്ലിയില്ലെങ്കിൽ അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് എന്നെങ്ങാനും ചൊല്ലിയില്ലെങ്കിൽ ലാ സ്വലാത്ത ലഹു, ഞങ്ങളെ നിസ്കാരമേ അല്ല. നിങ്ങൾക്ക് അയാൾ അരച്ചുണ്ടെങ്കിൽ മോശമില്ല, വിരിച്ചുണ്ടെങ്കിൽ മോശമില്ല, സലാത്ത് ചെല്ലാണ് അവർ മേലെ. അല്ല നിങ്ങൾക്ക് അരച്ചുകൊണ്ടൊന്നല്ല അങ്ങനെ വിചാരിച്ചിട്ടില്ല. എൻ്റെ ഒരു സ്റ്റൈൽ അങ്ങനെ ചെല്ലുന്ന സ്റ്റൈൽ അങ്ങനെ നിങ്ങൾ തന്നെ വിചാരിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ചെല്ലിയ പോലെ അയാൾ അരച്ചുകൊണ്ട് ആരും ഉണ്ടാ നിങ്ങൾ തന്നെ അല്ലേ ഇനിയിപ്പോൾ എന്താ ഇനി ആനുചേനൊന്നും ആവാനൊന്നും ഇല്ല. അപ്പം അങ്ങനെ ചെല്ലിയതല്ല. അവർ വലിയ മഹാന്മാരാണ്, സാദാത്യങ്ങളാണ്. അവർ നമുക്ക് നൂഹ് നബിന്റെ കപ്പൽ പോലെ രക്ഷാ കവചമാണ്. നൂഹ് നബിന്റെ കപ്പൽ അന്നത്തെ കാലത്ത് മുങ്ങിത്താണ് നശിക്കാൻ വേണ്ടി പോകുന്ന ജനങ്ങൾക്ക് അല്ലാഹു തആല അഭയമായി, രക്ഷയായി, രക്ഷാ കവചമായി, കയറിപ്പറ്റാനുള്ള ഇടമായി, താവളമായി, രക്ഷാ കേന്ദ്രമായി അല്ലാഹ് വന്നു കൊടുത്തത് നൂഹ് നബിന്റെ കപ്പലാണെങ്കിൽ ഈ ഉമ്മത്ത് മുഹമ്മദിന് അതേപോലത്തെ അഭയ കേന്ദ്രമായി നൂഹ് നബിന്റെ കപ്പൽ പോലെ ഞങ്ങളിലേക്ക് അല്ലാഹു തആല തന്നതാണ് മുത്തുനബി തങ്ങളെ മക്കളാകുന്ന കുടുംബമാകുന്ന തങ്ങളവർകൾ അഹ്ലു ബൈത്ത്. അല്ലാഹു തആല ആരോഗ്യവുമായി സുമേറ്റി കൊടുക്കട്ടെ. ആ തണലും നേതൃത്വം ഒരുപാട് കാലം അനുഭവിക്കാനും ആസ്വദിക്കാനും നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എൻ്റെ മോക്ക് വലിയൊരു സോക്കേടുണ്ടായി. ഞാൻ സന്തോഷം കൊണ്ട് പറയുന്നതാണ്, തങ്ങളെ ഇരുത്തിയിട്ട് മുഖസ്തുതി പറയുന്നതല്ല. അതങ്ങൾക്ക് ഇഷ്ടപ്പെടാലെന്ന് അറിയും. മാത്രമല്ല ഞാൻ ചെല്ലുന്നതിനെക്കാട്ടി അപ്പുറം നിങ്ങൾ അനുഭവിച്ചവരാണ്, തങ്ങൾ അറിഞ്ഞവരാണ്. കടപ്പുറത്തൊക്കെ പോയി കൊണ്ടോണമെന്നില്ലല്ലോ. കൊണ്ടോണം നിങ്ങൾക്ക് തിരിഞ്ഞിട്ട് നിങ്ങൾക്ക് എൻ്റെ ഭാഷ മനസ്സിലായിട്ട് കടപ്പുറത്തൊക്കെ പോയോ കൊണ്ടോണാ അവിടെ പൊയ്യയില്ലേ? പിന്നെ ഇത്രയെല്ലാം അനുഭവിച്ച നിങ്ങളിൽ തങ്ങളെ മത് ഞാൻ ചെല്ലാണാ? അതിൻ്റെ ആവശ്യമില്ലല്ലോ. ഇപ്പം തിരിഞ്ഞാ കടപ്പുറത്ത് പോയി തിരിഞ്ഞാ അന്ന് തിരിക്കാൻ ടൈമില്ല. എൻ്റെ മോക്ക് പിന്നെ പെട്ടെന്ന് ഇങ്ങനെ രാത്രി കിടന്ന് രാത്രി പനി വന്ന് ഭയങ്കര ജോറായി. ഒരു കാളില്ല. ചുറ്റുഭാഗത്തെല്ലാ ഡോക്ടർമാരെയും കണ്ട്, ബട്ടനെ കണ്ട്, സെറ്റിനെ കണ്ട്, നിസ്കാരമുള്ള ആചാരം കണ്ട്, എല്ലാവരെയും കണ്ട്. അവസാനം എല്ലാ ഗുളിയും തന്നു, മരുന്നും തന്നു, ഒരു മാറ്റമില്ല. വൈകുന്നേരം 4-4:30 മണിയാകുമ്പോൾ പനി തുടങ്ങും. മാത്രമല്ല അന്ന് ഫുള്ള് കാളില്ല, നടക്കാനാന്നില്ല കിടാൻ. 10-13 വയസ്സുണ്ട്, ചെറിയ 12 വയസ്സ്, അപ്പോൾ 12 വയസ്സ്, അപ്പോൾ 13. നടക്കാനേ അല്ല, പിടിച്ചൊന്നും നിൽക്കാനാകുന്നില്ല. അവസാനം വലിയ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അയാൾ സ്കാനിങ് എടുക്കാൻ ചെല്ലി, എക്സ്റേ എടുക്കാൻ ചെല്ലി, എടുത്തിട്ട് പറഞ്ഞു തരഞ്ഞ ആൾ പെട്ടെന്ന് കൊണ്ടുപോകണം. മംഗലാപുരം കൊണ്ടുപോയി മോശമില്ല, കൊണ്ട് മോശമില്ല. കാലിൻ്റെ മുട്ടിൽ വെള്ളം നിറഞ്ഞിന്, അത് നിറഞ്ഞിന്, ഇത് നിറഞ്ഞിന്, വേഗം ഓപ്പറേഷൻ ആക്കണം. ലേറ്റായി കഴിഞ്ഞാൽ കാല് മുറിച്ചെടുക്കേണ്ടി വരും. ഇത് കേൾക്കുമ്പോൾ എന്താവും ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇനി അതിൻ്റെ അപ്പുറം ഞമ്മ കേൾക്കാൻ ബാക്കി ഉണ്ടാവും. നമുക്ക് അതിൻ്റെ അപ്പുറം കേൾക്കാൻ കഴിയോ? സ്വന്തം മക്കള് നമുക്ക് സുഖമില്ലെന്ന് സാരമില്ല, മക്കള് ചന്തത്തിലാണെന്നല്ലേ നമ്മളെ ആശ. അല്ലാഹു തആല നമുക്കും അവർക്കും ആരോഗ്യമായിട്ട് തരട്ടെ, അല്ലാഹു സന്തോഷത്തിലാക്കി തരട്ടെ. അങ്ങനെ ഭയങ്കര ബേജാറായി. ഏതായാലും അയാൾ പറഞ്ഞു, അയാൾ പിന്നെ ഒരു ആശ്വാസത്തിന് മരുന്ന് വന്ന് എന്ത് ഗുണമില്ല. ഇതും കൂടി കേട്ടിട്ടാകുമ്പോൾ അത് എക്സ്റേ സ്കാനിങ് എല്ലാം എടുത്തു. ആകെ ബേജാറായി, വിഷമത്തിലായി, മൂഡ് ഓഫായി. ഇവർക്ക് വന്ന് പിറ്റേന്ന് അവരെ കിടാനെല്ലാം കാണാനും ഇവർക്ക് ആൾക്കാർ വന്നുകൊണ്ടുണ്ട്. അപ്പോൾ എൻ്റെ സാഡു എൻ്റെ അനിയത്തിൻ്റെ ആപ്പിൾ പറഞ്ഞു, ഇളയെ ബേജാറാണ്ട, ടെൻഷനാക്കണ്ട, അങ്ങനൊന്നും ഇല്ല. പിന്നെ ഒരു കാര്യം ചെയ്യാം, ഏതായാലും ഇപ്പോൾ അയാളൊന്നും കാണിച്ചല്ലേ, നേരെ പിന്നെ ഒരാളെ കാണിക്കാം, എൻ്റെ ഡോക്ടറെ കാണിക്കാം, എന്താന്ന് നോക്കാം. അപ്പോൾ പിന്നെ വേണ്ടി പോലെ ആക്കാം. അപ്പം അങ്ങനെ നാളിനാക്കണോ അങ്ങനെ ആക്കണോ ഇങ്ങനെ ആക്കണോ ഒന്നുമില്ല, അവർ ചെല്ല് പോലാണെന്നൊന്നുമില്ല. ഞങ്ങൾ സമാധാനിപ്പിച്ചു. അങ്ങനെ 2-3 നാൾ അങ്ങനെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഒരു വിദഗ്ധമായ ഡോക്ടറിനെ കണ്ട് മംഗലാപുരത്ത്. അയാൾ ഉപ്പളത്തേക്കും വരുന്നു. അങ്ങനെ അയാളെ കണ്ടിട്ടാകുമ്പോൾ അയാൾ ചെല്ലാൻ പറഞ്ഞാൽ എക്സ്റേയിൽ സ്കാനിങ്ങിലുള്ളതുപോലെ ഇല്ല, പക്ഷെ ഉണ്ട്, സംഗതിയുണ്ട്. കുറച്ച് മരുന്നെടുക്കണോ, അങ്ങനെ മരുന്നിൽ പോയില്ല എന്ന് കണ്ടെങ്കിൽ പിന്നെ ഏതായാലും ചെയ്യേണ്ടി വരും. പക്ഷെ അവർ ചെല്ലും പോലെ നാളെ തന്നെ മറ്റൊന്ന് തന്നെ, അങ്ങനൊന്നും ഇല്ല,
ഇനി പിന്നെ കുറച്ച് നേരം സബർ എടുക്കുന്നത് പിന്നെ വേണ്ടി പലാക്കുന്നില്ല, അത് അത്രയല്ല തീരുമാനിക്കേണ്ടേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഉമ്മ പറയുന്നത്, ആട്ടുമാനെ സാരല്ല ഇത്രയെല്ലാം മരുന്നെല്ലാം കുടിച്ച് എല്ലാവരും കണ്ട് എല്ലായി ജന്മൂന്ന് ഉസ്താവന്മാരും തങ്ങന്മാരത്തേക്കും പോയിനി, ഇനിയും ഒരു തങ്ങളത്തേക്ക് കൊണ്ട് പെട്ടെന്ന് ഓർമ്മ വന്ന മഹാനായ ശംസുദ്ദീൻ തങ്ങളെ. അങ്ങനെ കാലം ഞങ്ങൾ ഒന്നിച്ച് വന്നു, തങ്ങളത്തേക്ക് വന്നു. കുട്ടിയുണ്ട്, ഓളുണ്ട്, ഉമ്മമുണ്ട്, ഞാനുണ്ട്, എല്ലാവരും ഉണ്ട്. തങ്ങളവറുകൾ എല്ലാം നോക്കി പിടിച്ച് എന്തുമല്ല സിമ്പിളാക്കിയിട്ട് ടെൻഷനൊന്നും താക്കണ്ട, ശരിയാവും. ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് തങ്ങളോട് പറഞ്ഞിട്ടുമില്ല, അത് ക്ലിയർ ആവും ഇൻഷാ അല്ലാഹ്. ഇത്ര ഓതാൻ തന്നു സൂറത്ത് അത് ഇതെല്ലാം, പിന്നെ അതെല്ലാം മന്ത്രിച്ചു. പിന്നെ 2-3 ചപ്പും ചെടിയെല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു. അത് ഇതിലുള്ളതാണ്, ഒരു മരുന്നിലുള്ളത്, എല്ലാം കൊണ്ടുവരാൻ പറഞ്ഞു ഇന്ന സമയത്ത്. ഏതായാലും സബറെടുക്കി, എന്തോ ആണ് പേടിക്കണ്ട, ഇങ്ങൊന്നും പേടിക്കണ്ട, അതെല്ലാം ക്ലിയർ ആവും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ് അന്ന് പോയി രാത്രി കിടാനെ കുളിപ്പിച്ചു, മന്ത്രിച്ചു. ആ മന്ത്രിക്കലോടുകൂടി അന്ന് 10-12 ദിവസത്തോളം വന്നിരുന്ന പനി അന്ന് രാത്രിയോടുകൂടി പിന്നെ പനിയില്ല. പിറ്റേ ദിവസം രാവിലെ കിടാവൻ എണിച്ചിട്ട് അടുപ്പിനോട് കയറാൻ. പിന്നെ ഏതായാലും ആ മന്ത്രം അങ്ങനെ കണ്ടിന്യൂയായി. പിന്നെ തങ്ങൾ വീണ്ടും വരാൻ പറഞ്ഞുകൊണ്ട് പിന്നെയും വന്നു, ഉഷാറായിട്ട് വന്നു. അൽഹംദുലില്ലാഹ് ഒരു ഉറുപ്പൻ്റെ ഗുളിക പോലും എടുക്കാണ്ട് ഒരവസ്ഥ വരാതെ അള്ളാഹു ഷിഫയാക്കി തന്നു. മഹാനായ തങ്ങളവറുകൾ എഴുതി തന്നായി ആ ആയത്തും ഹദീസും ആ മന്ത്രവും ദിക്റും തങ്ങളവറുകൾ സൂചിപ്പിച്ച മരുന്നും അത് ചെയ്തിട്ടാകുമ്പോൾ കിടാവിന് ഒരു ഉറുപ്പൻ്റെ മരുന്ന് പോലും എടുക്കേണ്ടി വന്നിട്ടില്ല, ക്ലിയറായി. അൽഹംദുലില്ലാഹ് ഇത് എൻ്റെ അനുഭവമാണ്. പരിശുദ്ധ റമളാനിൽ അള്ളാൻ്റെ പള്ളിയിൽ നല്ലവരായ നിങ്ങളെ മുമ്പിൽ എത്തിയിട്ട് എനിക്ക് കള പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഞാനിത് ചെല്ലിയത് ഞാനിപ്പോൾ പോകുമ്പോൾ തങ്ങൾക്ക് 10,000 രൂപ തരും ചൊല്ലി കിട്ടുമല്ല, അല്ല അത്ര തരും നമുക്കൊരു ഗ്യാരണ്ടിയും ഇല്ല. നീ ക്ലിപ്പാക്കിയിരുന്നു പൈനാവാ ലൈവ് എല്ലാം മ്യൂട്ടടിച്ചെടുക്കും. വിഷയം ചെല്ലിയത് അവർക്ക് വലിയവരാണ്, നമുക്ക് പിന്നെ അവരത്രയല്ല അറിയോ, മുറ്റത്തെ മുല്ലക്ക് മണയില്ലാലോ. അത് പിന്നെ അങ്ങനെ ആമാനും ഹിദായത്തും അല്ലാഹ് സലാമത്താക്കട്ടെ. ഞങ്ങളെല്ലാ കാര്യത്തിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവരുടെ നേതൃത്വവും അവരുടെ തണലും ഒരുപാട് കാലം അനുഭവിക്കാനും ആസ്വദിക്കാനും അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അവർ നബി തങ്ങളുടെ ചോരയാണ്. അതിനെവിടെ വേസ്റ്റ് സൈഡിലാണെങ്കിലും ഒരു കച്ചറിൻ്റെ ഭാഗത്താണെങ്കിലും അതേതായാലും മുത്തന്നെയാണ്, അത് നബി തങ്ങളുടെ ചോരയാണ്. ആ സിരകളിൽ ഓടുന്നത് ആ നബി തങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അല്ലാഹു തആല പരിശുദ്ധ പരമ്പരയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ ദുനിയാവും ആഖിറവും സലാമത്താക്കി തരട്ടെ. ഈനക്കാളേറെ ചന്തത്തിൽ അവൻ്റെ സ്വർഗ്ഗലോകത്ത് അല്ലാഹു ഞങ്ങളെയും വേണ്ടപ്പെട്ടവരെയും ഒരുമിച്ച് കൂട്ടട്ടെ. ഞങ്ങളെ മുറാദുകളെല്ലാം അല്ലാഹു ഹാസിലാക്കി തരട്ടെ. ഞങ്ങളുടെ നാട്ടിലുള്ള പള്ളി മദ്രസകൾ ദീനി സ്ഥാപനങ്ങൾ അല്ലാഹു ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ. സഹായിച്ചവരെ, സഹകരിച്ചവരെ, നേതൃത്വം കൊടുത്തവരെ, ഈ പരിപാടിയിലേക്ക് ഇത്ര നേരം വന്നിരുന്ന് സഹകരിച്ച ഉമ്മപങ്ങന്മാർ, സഹോദരന്മാർ, നോമ്പ് തുറക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന ഞങ്ങളെ ബാല്യക്കാർ, നാട്ടിൻ്റെ ചെറുപ്പക്കാർ, വലിയ നേതൃത്വം, മഹാനരായ തങ്ങളവറുകൾ, എല്ലാവർക്കും നമുക്കൊക്കെയും അല്ലാഹു 2 ലോകത്തും സന്തോഷവും സലാമത്തും ആയുരാരോഗ്യവും ദീർഘായുസ്സും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അവസാനം മരണം ഖൈറായി വരുമ്പോൾ കാമിലായ ഈമാനോടെ അല്ലാഹു സലാമത്താക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുന്നു. അതിന് സലാത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാൻ നിർത്തുകയാണ്. ഈ പരിശുദ്ധമായ മാസത്തിലും അല്ലാത്തപ്പോഴും നിങ്ങൾ ദുആരക്കുമ്പോൾ നല്ല ദുആകളിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തണം. പ്രത്യേകിച്ച് എന്നെയും എൻ്റെ കുടുംബത്തെയും ആ ദുആയിൽ ചേർക്കണം. ഞങ്ങളുടെ ദുആയിൽ ഇൻഷാ അല്ലാഹ് നിങ്ങളും ഉണ്ടാവും. അല്ലാഹു സ്വാലിഹീങ്ങളെ ദുആയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.